ഒന്നരായ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുകയാണല്ലോ. 2024 ഈ വലിയ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് മുന്നമേ ദൈവത്തെ സ്തുതിക്കാം. ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള 50-ാമത്തെ ദിവസം പെന്തിക്കോസ്തി പെരുന്നാളായിട്ട് നാം കൊണ്ടാടുന്നു. അല്ലെങ്കിൽ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ള കാത്തിരിപ്പിൻ്റെ 10 ദിവസങ്ങൾ പൂർത്തിയാക്കി പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കന്യകമറിയാമും ശിഷ്യന്മാരും ശിഷ്യസമൂഹവും സിഹ്യോൻ മാളികയിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കാത്തിരുന്ന് പെന്തിക്കോസ്തി പെരുന്നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിൻ്റെ ഓർമ്മയാണിത്. ആ ഓർമ്മയിൽ ഈ പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ സംബന്ധിച്ച് മാമോദീസായിലൂടെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാളാണിത്. പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. യഹൂദന്മാരുടെ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം. യഹൂദന്മാർക്ക് പല പെരുന്നാളുകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ, പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇത് 3 പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളാണ്. യഹൂദന്മാരുടെ പെസഹ ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു വന്ന ആ വിമോചനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന സംഭവമാണ്. കടിഞ്ഞൂൽ സംഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി പൂർവികർ കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് പെസഹായിലൂടെ അവർ കൊണ്ടാടുന്നത്. ആ പെസഹ പെരുന്നാൾ ദിവസം പുതിയ നിയമ പെസഹ കർത്താവ് സ്ഥാപിച്ചു. സിഹ്യോൻ മാളികയിൽ അന്ത്യാത്താഴം, വിശുദ്ധ കുർബാന സ്ഥാപനം, അതാണ് പുതിയ നിയമസഭ പെസഹായായി കൊണ്ടാടുന്നത്. അത് കഴിഞ്ഞ് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം അവർ പെന്തിക്കോസ്തി പെരുന്നാൾ കൊണ്ടാടി. അതെന്തിൻ്റെ ഓർമ്മയാണ്? യഹൂദന്മാരുടെ പെന്തിക്കോസ്തി എന്നുള്ളത് മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് നിയമം കിട്ടിയതിൻ്റെ ഓർമ്മയാണ്. സീനായ് മലയുടെ മുകളിൽ 40 ദിവസത്തെ ഉപവാസത്തോടും ദൈവസംസർഗത്തോടും അതിൻ്റെയും ഫലമായി 10 കൽപ്പനകൾ, നിയമം ഇസ്രായേൽ ജനതയ്ക്ക് കിട്ടി. അതായിരുന്നു അവരുടെ ഗൈഡിങ് ഫോഴ്സ്, അവരെ നയിക്കുന്ന, ഇസ്രായേൽ മക്കളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരെ നയിക്കുന്ന, അവരുടെ ജീവിതത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഈ കൽപ്പനകളായിരുന്നു, നിയമമായിരുന്നു. അത് കിട്ടിയതിൻ്റെ ഓർമ്മയായിട്ടാണ് പെന്തിക്കോസ്തി പെരുന്നാൾ അവർ കൊണ്ടാടുന്നത്. അതിനവർ പറയുന്ന പേരാണ് ഫീസ്റ്റ് ഓഫ് ദ വീക്സ്, അല്ലെങ്കിൽ വാരപ്പെരുന്നാൾ. വാരപ്പെരുന്നാൾ എന്നാണ് പറയുന്നത്. അത് പെസഹ കഴിഞ്ഞ് 7 ആഴ്ച കഴിയുമ്പോൾ, 7 വാരം കഴിയുമ്പോൾ കൊണ്ടാടുന്ന പെരുന്നാൾ വാരപ്പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ദ വീക്സ് അല്ലെങ്കിൽ പെന്തിക്കോസ്തി പെരുന്നാൾ. അത് നിയമം കിട്ടിയതിൻ്റെ ഓർമ്മയാണ്. ആ പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു തൻ്റെ പെസഹ സ്ഥാപിച്ചതും താൻ ക്രൂശിക്കപ്പെടുന്നതും യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിൻ്റെ ആ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് 50 ദിവസം പെന്തിക്കോസ്തി പെരുന്നാൾ വരുന്ന ദിവസം തന്നെയാണ് അവർ കാത്തിരുന്ന പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം. പുതിയ നിയമസഭ മോശയ്ക്ക് സീനായ് മലയുടെ മുകളിൽ വെച്ച് നിയമം കിട്ടിയതുപോലെ, മോശയ്ക്ക് സീനായ് മലയുടെ മുകളിൽ വെച്ച് നിയമം കിട്ടിയതുപോലെ യെരുശലേം കുന്നിൻ്റെ മുകളിൽ സീനായ് മലയിൽ സിഹ്യോൻ മാളികയിൽ കാത്തിരുന്ന ഇസ്രായേൽ മക്കൾ സീനായ് മലയുടെ അടിവാരത്ത് കാത്തിരുന്നത് പോലെ
ശിഷ്യന്മാരും ശിഷ്യസമൂഹം മൊത്തവും സിഹിയോൻ മാളികയിൽ യെരൂശലേം കുന്നിൽ കാത്തിരുന്ന് പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി കാത്തിരുന്നു. പരിശുദ്ധ റൂഹായെ പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു തീനാവുകളുടെ രൂപത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം ഇന്നിവിടെ വായിച്ചു കേട്ട കാതലിക് എപ്പിസിൽ, ഭൂവിലാശേഷം കഴിഞ്ഞ് വായിച്ച കാതലിക് എപ്പിസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അതാണ്, ആ സംഭവമാണ് വിവരിക്കുന്നത്. സിഹിയോൻ മാളികയിൽ കൂടിയിരുന്ന നാനാജാതി മതസ്ഥരായ നാനാദേശങ്ങളിൽ വന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഏകദേശം 15ഓളം സ്ഥലങ്ങളിൽ നിന്നാണ്, രാജ്യങ്ങളിൽ നിന്നാണ്, 15ഓളം പ്രത്യേകമായ സ്ഥലങ്ങളിൽ നിന്ന് പാർത്യര്, മേദ്യര്, പംഫുല്യ, റോമ എന്നൊക്കെ പറഞ്ഞ്, മെസപ്പത്തോമിയ, കപ്പദോക്കിയ എന്നൊക്കെ പറഞ്ഞ് 15ഓളം സ്ഥലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് അവിടെ കാത്തിരുന്നത്. അവരെല്ലാം വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന മനുഷ്യരായിരുന്നു. പരസ്പരം പരിചയമില്ലാത്ത വിവിധ ഭാഷകളിൽ സംബന്ധിക്കുന്ന 15ഓളം സ്ഥലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യര് സിഹിയോൻ മാളികയിൽ കാത്തിരിക്കുകയായിരുന്നു പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ദിവസം. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 10 ദിവസം കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി കൊണ്ടാടിയത്. ആ ഓർമ്മയിലാണ് അവർ കാത്തിരുന്നു. പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധ റൂഹ അവരുടെ മേൽ ആവസിച്ചു. അവരെല്ലാവരും നാവെടുത്ത് സംസാരിച്ചു. പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കുന്നു എന്നാണ്. വ്യത്യസ്തരായ സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്ന് വന്നവർ എല്ലാവരും പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ ചിന്തകളെയും അവരുടെ സംസാരങ്ങളെയും അവർ പറയുന്നതും പരസ്പരം എല്ലാവർക്കും മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഐക്യമുണ്ടായി എന്നാണ്. ആത്മാവ് വരുമ്പോൾ വിവിധ ഭാഷകൾ, മറുഭാഷ സംസാരിച്ച് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഉച്ചരിക്കുന്ന മനുഷ്യർ ഇന്ന് ലോകത്തുണ്ടല്ലോ. അതാണ് ആത്മാവ് വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ഇരുന്നിട്ട് അവർക്കെല്ലാവർക്കും അവർ പറയുന്നത് പരസ്പരം മറ്റു രാജ്യക്കാർ പറയുന്നത് മനസ്സിലായി എന്നുള്ളതാണ്. ഐക്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ നിറവിൽ ബാബേൽ ഗോപുരം പണിതപ്പോ ഒരു ഭാഷ സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യരെ ചിഹ്നിപ്പിച്ച് ശിഥിലമാക്കി വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരായി മാറി, പരസ്പരം മനസ്സിലാകാത്തവരായി മാറിയത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സംഭവത്തെ മനുഷ്യന്റെ അഹങ്കാരത്തിൻ്റെ നിറവിൽ അവർ ആകാശത്തോളം എത്തുന്ന, ദൈവത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയാൻ അവരുടെ കഴിവ് അഹങ്കാരത്തിലേക്ക് മാറിയപ്പോൾ അവരെ ചിഹ്നിപ്പിച്ച് കളഞ്ഞ സംഭവം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുമ്പോൾ, ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഒന്നിച്ചുകൂടിയിരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ ഏകസ്വരത്തിൽ ഒരേ ആത്മാവിൽ ഐക്യത്തോടെ പരസ്പരം മനസ്സിലാക്കി ഐക്യപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും, അവൻ വന്ന് നിങ്ങളെ സകല സത്യവുമാകുമ്പോൾ, സകലതും സത്യമാകുമ്പോൾ ഐക്യമുണ്ടാകുമല്ലോ. എവിടെയാണ് അനൈക്യമുണ്ടാകുന്നത്? എവിടെയാണ് ശൈഥല്യം സംഭവിക്കുന്നത്? എവിടെയാണ് വിദ്വേഷമുണ്ടാകുന്നത്? സത്യം ഇല്ലാതാകുമ്പോഴാണല്ലോ. പരിശുദ്ധാത്മാവ് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ്. സകല സത്യത്തിലും വഴി നടത്തും. കർത്താവിൽ വിശ്വാസികളെ, ആ സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ ജനത്തെ ആത്മാവ് കൊണ്ട് നിറച്ച ദിവസത്തിൻ്റെ ഓർമ്മയാണിത്. ഇന്നിവിടെ ശുശ്രൂഷയ്ക്ക് പറയുന്ന പേര് മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷ എന്നാണ്. പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷയുടെ പേര് മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയാണ്. 3 ശുശ്രൂഷകളുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ 3 ശുശ്രൂഷകളുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ.
കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പിതാവാം ദൈവത്തെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തെ തൻ്റെ കഷ്ടാനുഭവങ്ങളാൽ ഈ ലോകത്തെ വീണ്ടെടുത്ത പുത്രൻ തമ്പുരാനെ സ്മരിച്ചുകൊണ്ട് രണ്ടാമത്തെ ശുശ്രൂഷ, ഉണ്ടായതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ. അങ്ങനെ 3 ശുശ്രൂഷകളാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 ശുശ്രൂഷകളുണ്ട്. ആ 3 ശുശ്രൂഷകളുടെയും അവസാനം വെള്ളം തളിക്കും. ആ വെള്ളം തളിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ആഹ്വാനം ചെയ്യും, നിങ്ങൾ നിലത്ത് മുട്ടുകുത്തുവീൻ. നിങ്ങളെല്ലാവരും അപ്പോൾ നിലത്ത് മുട്ടുകുത്തും, കുറിയലായിസോൻ എന്ന് വിളിച്ചു പറയും. മുട്ടുകുത്തൽ എന്ന് പറയുന്നത് വിനയപ്പെടലിൻ്റെതാണ്. വിനയപ്പെട്ട് പ്രാർത്ഥന അർപ്പിക്കുകയാണ്. ഏത് പ്രാർത്ഥന? കുറിയലായിസോൻ എന്ന പ്രാർത്ഥന അർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വിനയപ്പെട്ട് മുട്ടുകുത്തുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആത്മാവിനെ സ്വീകരിച്ച് ഐക്യത്തിൽ ജീവിക്കുവാൻ, ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി മാറുവാൻ. നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയുടെ അവസാനം വെള്ളം തെളിക്കുമ്പോൾ വെള്ളം ദേഹത്ത് വീണു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ പോകുകയല്ല ചെയ്യേണ്ടത്. വെള്ളം സകലത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട്, അതിൻ്റെ പ്രതീകമായിട്ട് തളിക്കപ്പെടുന്നതാണ്. ആത്മാവിനെ സ്വീകരിക്കണം, ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം. എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ്. ഇത് പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ആ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ ആത്മാവ് നമ്മിൽ നിറയണം. നിലത്ത് മുട്ടുകുത്തി, ഈ മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയിൽ നിലത്ത് മുട്ടുകുത്തി കുറിയലായിസോൻ, കർത്താവേ കരുണ ചെയ്യണമേ എന്ന് വിനയപ്പെട്ട് പ്രാർത്ഥിച്ച് ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിശ്വാസ സമൂഹമായി രൂപാന്തരപ്പെടുവാൻ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.